ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 2 ഓഫ് മൈ ട്രാവൽ വ്ളോഗ്. ഇന്ന് ആക്ച്വലി എണീറ്റപ്പോൾ തൊട്ട് ഇതാണ് വെതറിൻ്റെ അവസ്ഥ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മഴ നമ്മൾ ഫോളോ ചെയ്ത് വന്നതാണോ അല്ല നമ്മൾ മഴനെ ഫോളോ ചെയ്ത് പോയതാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ് അവസ്ഥ. ഇന്ന് ആക്ച്വലി കൂർഗ് മൊത്തം ഒന്ന് നല്ലപോലെ കറങ്ങി കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമെന്ന് യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആക്ച്വലി ഒരു ഹോം സ്റ്റേ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ ആണ്, ആക്ച്വലി ഫുൾ ഓഫ് ഗ്രീനറി ആണ്, ഫുൾ ഓഫ് ഗ്രീൻ ആണ്. ഈ ഭയങ്കര കാം വെതറൊക്കെ ഇഷ്ടപ്പെടുന്ന, ഭയങ്കര സൈലൻസ് പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി സത്യം പറയാന്നുണ്ടെങ്കിൽ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ. കാരണം രാത്രിയായി കഴിയുമ്പം ഫുൾ ഇരുട്ടാണ്. പക്ഷെ മോർണിംഗ് ഭയങ്കര വ്യൂ ആണ്, നല്ല ഗ്രീനറി ആണ്, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഒരു ഡൈനിങ് ഹാളും റൂമും അതുപോലെ തന്നെ ബാൽക്കണിയും ഉണ്ട്. ഇത് ആക്ച്വലി ഇന്നലെ നൈറ്റ് നമ്മൾ വന്നിട്ട് കുറേ അലങ്കോലൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ കയറുമ്പം നല്ല ക്ലീൻ ആയിരുന്നു. എനിക്ക് റൂമിൽ ഇച്ചിരിയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ബാത്റൂമിലോട്ട് പോകുമ്പം എനിക്ക് ബാത്റൂം നല്ല ക്ലീൻ ആവണം. പക്ഷെ അതും ഓൾസോ വെരി ഗുഡ് ആയിരുന്നു, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ആയിരുന്നു. നമ്മൾ ആക്ച്വലി അധികം റൂമിൽ തന്നെ ആയിരുന്നു. കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അധികം ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു നോർമൽ നൈസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു ഇത്. പിന്നെ ഒന്ന് ബാത്റൂമും ഒന്ന് ബാൽക്കണിയും ആണ്. ബാൽക്കണിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അധികം ബാൽക്കണിയിൽ ഇരുന്നിട്ടില്ല. കാരണം ഫുള്ള് മഴ ആയതുകൊണ്ട് ബാൽക്കണി ഫുള്ള് വെള്ളമായിരുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ കുബേരൻ്റെ ദിലീപിൻ്റെ കുട്ടി അല്ലേ? ഹായ് പറ. ഹായ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ പുലാവൊക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഈ കർണാടകക്കാർ ആക്ച്വലി മോർണിംഗിൽ റൈസൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നു. നമ്മളൊന്നും രാവിലെ ഈ റൈസ് കഴിച്ച് നമുക്ക് പരിചയമില്ലല്ലോ. കണ്ടപ്പം ഒക്കെ ടേസ്റ്റ് ഗുഡാണെന്ന് തോന്നി. നമ്മൾ ഇഡ്ഡലി അതുപോലെ തന്നെ പുലാവ് അങ്ങനത്തെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കഴിച്ചു. ഫുഡ് വാസ് റിയലി ബാഡ്. ഞാൻ ആക്ച്വലി ഒരു ഇഡ്ഡലി ആൻഡ് ഒരു വടയാണ് കഴിച്ചത്. വട ഈസ് നൈസ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഏകദേശം നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടൽ കുറവായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. ബട്ട് ഇവിടുത്തെ സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് വെള്ളം പോലത്തെ സാമ്പാറാണ്. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പിന്നെ ഇവിടുത്തെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഐ തിങ്ക് ഇത് ഇവരുടെ തന്നെ ചോക്ലേറ്റ് പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. ചോക്ലേറ്റ്സ് മാത്രമല്ല, ഇവിടെ കോഫി അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് കോഫി, കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ട്. കൂർഗിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് നിൽക്കുന്നതും കോഫി തന്നെയാണ്. ഈ വെളിച്ചെണ്ണ വെള്ള കളറിൽ നിൽക്കുന്ന ഐ തിങ്ക് തണുപ്പായ അതുകൊണ്ടാണ് ആ വെള്ള കളറിൽ അങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഐ ഹവ് ട്രൈഡ് ദ ചോക്ലേറ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നമുക്കൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് നൗ വി ആർ അറ്റ് ദി ബാംബു ഫോറസ്റ്റ്. ഇത് ആക്ച്വലി കുശാൽ നഗറിന്റെ അടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി 64 acre ഐലൻഡ് ദാറ്റ് ഫോംഡ് ബൈ ദ കാവേരി റിവർ. അതെ, ഈ അടിയിൽ കാണുന്ന ഈ ഒരു റിവർ കാവേരി റിവർ ആണ്. നമുക്ക് അധികം ആക്ച്വലി ഡീപ്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം നല്ല മഴയായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള തിങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി വേറെ തന്നെ ഒരു വേൾഡ് ആണ്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ആക്ച്വലി കൂടുതൽ അറിയില്ല. ബട്ട് വെൻ ഐ റിസർച്ച്ഡ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ആക്ച്വലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1989 ബൈ ദി കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സിപ്പ് ലൈൻ അവൈലബിൾ ആണ്. ഒരു സിപ്പ് ലൈനിലൂടെ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ഫുൾ ബ്യൂട്ടി കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇവിടെ ആക്ച്വലി ഒരുപാട് സ്റ്റാച്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെന്നിൻ്റെയും വുമൻ്റെയും ട്രഡീഷണൽ ഡാൻസുകൾ കാണിക്കുന്നുണ്ട്. ആണുങ്ങൾ ഈ ഒരു ഡാൻസ് നമുക്ക് നമ്മുടെ ആക്ച്വലി ഒരു കോൽക്കളിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഫുള്ള് വെള്ളം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റുന്നില്ല. ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിലൂടെ നടന്ന് കാണാനേ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ബേർഡ്സ് പാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഈ ബേർഡ്സ് പാർക്കിൽ കയറണ്ടെന്ന് വിചാരിച്ചതാണ്. ബട്ട് എമറിക്ക് ഇച്ചിരി ഫണ്ണായിക്കോട്ടെ എന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ആൾക്കൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഓൾ ഉറങ്ങി എണീറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പം അതിൻ്റെ ഒരു മന്ദഗതി ആയിരിക്കും. നോർമലി ഇങ്ങനത്തെ ഓരോന്നിനൊക്കെ കണ്ടാൽ ഓൾ ഇങ്ങനെ ചാടി കളിക്കുന്നതാണ്. പക്ഷെ
ഇപ്പം ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുന്നു എന്നുള്ളൂ, വേറെ റിയാക്ഷനും കാര്യങ്ങളൊന്നും കാണുന്നില്ല. നല്ലോണം നോക്കുന്നുണ്ട്, നല്ലോണം ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ ഒരു ആക്ഷനും കാണുന്നില്ല. മേ ബി ഒക്കെ പരിചയമില്ലാത്ത പക്ഷികളായതുകൊണ്ടായിരിക്കും. നമ്മളതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറേ കോഴികളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ ഇൻട്രസ്റ്റഡ് ആയി. അതുവരെ ഒരു മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല. അപ്പുറത്ത് കുറച്ച് കോഴികളെ കണ്ടപ്പം അവൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ അങ്ങോട്ട് ഫുൾ ഒച്ചും ബഹളമായിരുന്നു. നമ്മൾ ആക്ച്വലി ബേർഡ്സ് പാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. ഉച്ചക്കത്തെ ഫുഡൊക്കെ നമ്മൾ റൂമിൽ നിന്നാണ് കഴിച്ചത്. അത് ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ടില്ല. നല്ല മഴയായിരുന്നു, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആക്ച്വലി രാത്രി ആഷിക്കിൻ്റെ ഒരു ഫ്രണ്ട് അവർ കുക്ക് ചെയ്ത് നമുക്ക് കൊണ്ടു തന്നെയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കറി, ഉപ്പേരി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതുണ്ടായിരുന്നു. ദെൻ ഇരുമ്പിപ്പുള്ളീൻ്റെ ഒരു അച്ചാർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പപ്പടം, ക്യാബേജ് ഉപ്പേരി. കറക്റ്റ് ഒരു ഹോംലി ഫുഡ് കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഇരുമ്പിപ്പുളീൻ്റെ സാധനം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇന്ന് മോർണിംഗത്തെ ഫുഡും ഇന്നലെ നൈറ്റത്തെ ഫുഡൊന്നും നമുക്ക് ആക്ച്വലി റാഹത്തായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദിസ് വാസ് റിയലി നമ്മുടെ വയറ് ഭയങ്കര നമ്മൾ ഫുള്ളാക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഇരുമ്പിപ്പുളീൻ്റെ സാധനം. ആക്ച്വലി ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ്. ഇന്ന് ആക്ച്വലി നമ്മൾ ഒറ്റ പ്ലേസ്, അതായത് ബാംബു ഫോറസ്റ്റ് മാത്രമാണ് വിസിറ്റ് ചെയ്ത്. നമ്മുടെ വെതർ ഭയങ്കര മോശമായത് കാരണം നമുക്ക് വേറെ ഒരു സ്ഥലത്തോട്ടും പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. നാളെ വെതർ ഒന്ന് കാമാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഗോൾഡൻ ടെമ്പിളെങ്കിലും കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്നാണ് നമ്മുടെ കൂർഗിലുള്ള ലാസ്റ്റ് ഡേ. ആക്ച്വലി നമ്മൾ ഇന്ന് എവിടെയും പോയിട്ടില്ല. ബാംബു ഫോറസ്റ്റ് അല്ലേ, ബാംബു ഫോറസ്റ്റിൽ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. നമ്മൾ രാവിലെ അവിടെ പോയി, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ട് പിന്നെ ആ ഒരു ടൈം തൊട്ട് നൈറ്റ് വരെ ഫുള്ള് നല്ല കാറ്റും മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി നാളെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ക്ലൈമറ്റ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ നാളെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോകും. അത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ. ഇനിയിപ്പം നമുക്ക് ഡേ 3 ആയിട്ട് നാളെ കാണാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ബൈ.